ഹലോ, എല്ലാവർക്കും അവർ ട്രിപ്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ജൂലൈ 2024 ഞങ്ങളുടെ അസർബൈജാൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും വിസ പ്രൊസീജിയേഴ്സും ട്രാവൽ എക്സ്പെൻസുമാണ് ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് വിസ പ്രൊസീജിയറിനെ പറ്റി സംസാരിക്കാം. ഇന്ത്യൻ നാഷണൽസിന്, പ്രത്യേകിച്ച് GCC റെസിഡൻ്റ് ആണെങ്കിൽ വിസ ഓൺ അറൈവൽ അവൈലബിൾ ആണ്. എയർപോർട്ടിൽ നിന്ന് റഷ് ഒഴിവാക്കുന്നതിനായി ഈ വിസ എടുക്കുന്നതാണ് നല്ലത്. ഈ വിസ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി 3 വർക്കിംഗ് ഡേയ്സ് എടുക്കും. ഒരാൾക്ക് വിസ ചാർജ് വരുന്നത് ഏകദേശം $25 ആണ്. ട്രിപ്പിൻ്റെ എക്സ്പെൻസ് ഏകദേശം ബഡ്ജറ്റ് ചെയ്ത് ഞങ്ങൾ ഖത്തർ എയർപോർട്ടിൽ നിന്ന് തന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. മനാത്ത് ആണ് അസർബൈജാനി കറൻസി. ഒരു ഖത്തറി റിയാൽ എന്നാൽ ഏകദേശം 0.47 മനാത്താണ്, അതായത് ഏകദേശം 50 ഇന്ത്യൻ റുപ്പീസ്. അവിടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഊബർ, ബോൾട്ട് തുടങ്ങിയ ആപ്പുകൾ അവൈലബിൾ ആണ്. ബോൾട്ട് ആപ്പാണ് വൈഡ്ലി യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുറപ്പെടുന്നതിന് മുന്നേ ഞങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് യാത്ര തിരിച്ചത്. ഖത്തറിൽ നിന്നും ഏകദേശം 2 hours 50 minutes ആണ് ഞങ്ങൾക്ക് എടുത്തത്. വൈകിട്ട് 4 മണിക്ക് പുറപ്പെട്ട് രാത്രി 7:50 അസർബൈജാൻ എത്തി. ഈ വിസ എടുത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഞങ്ങളുടെ യാത്ര സീസണിലല്ലാത്തത് കൊണ്ട് തന്നെ എയർപോർട്ടും ചുറ്റുപാടും ഒന്നും അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എക്സിറ്റിന് വലതുവശത്തായി സിം കാർഡ് എടുക്കുന്നതിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ബാക്ക് സെൽ, അസർ സെൽ എന്നീ 2 ഓപ്ഷൻസ് ആണ് അവിടെയുള്ളത്. ഞങ്ങൾ തിരഞ്ഞെടുത്തത് അസർ സെൽ ആണ്. 39 മനാത്താണ് അതിന് ഞങ്ങൾക്ക് ചിലവ് വന്നത്. സ്കൈ ട്രാക്സ് റേറ്റിംഗിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ എയർപോർട്ടാണ് അസർബൈജാൻ എയർപോർട്ട്. ഞങ്ങൾ ടെർമിനൽ 2 ലാൻഡ് ചെയ്തത്. അതാണ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ ടെർമിനൽ. സിം എടുത്ത് പുറത്തിറങ്ങുമ്പോഴേക്കും ഏകദേശം രാത്രി 8:15 അപ്പോഴും നല്ല വെളിച്ചമുണ്ടായിരുന്നു. ടെർമിനൽ ഇറങ്ങുമ്പോൾ തന്നെ മുൻവശം കാണുന്നതാണ് ടെർമിനൽ 1. ഇത് ഡൊമസ്റ്റിക് ടെർമിനലാണ്. പുറത്തെത്തി ഉടനെ തന്നെ ബോൾട്ട് ആപ്ലിക്കേഷൻ വഴി ഞങ്ങൾ കാർ ബുക്ക് ചെയ്തു. 4-5 മിനിറ്റ് കൊണ്ട് തന്നെ കാർ വന്നു. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 45 മിനിറ്റ് എടുത്തു നിസാമി സ്ട്രീറ്റ് എത്താൻ. 19 മനാത്തായി ഞങ്ങൾക്ക് ടാക്സി ഫെയർ. ഞങ്ങൾ booking.com വഴി നിസാമി സ്ട്രീറ്റ് തന്നെയുള്ള ഒരു 1 bedroom അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു എടുത്തത്. 3 നൈറ്റിന് 230 മനാത്തായി ഞങ്ങൾക്ക് റേറ്റ് വന്നത്. ജൂലൈ മാസത്തിൽ ഏകദേശം 33 ഡിഗ്രിയൊക്കെയാണ് പകൽ ചൂട് വരുന്നത്. രാത്രി നല്ല കുറയും. അങ്ങനെ ചൂടൊന്നും എടുത്തില്ല. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. നൈറ്റ്, പ്രത്യേകിച്ച് നൈറ്റ് വാക്കിനൊക്കെ പറ്റിയ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഈ കാണുന്ന മെയിൻ റോഡിലാണ് ടാക്സി നിർത്തിയത്. അവിടെ നിന്ന് ഏകദേശം 300 മീറ്റർ നടക്കണമായിരുന്നു ഞങ്ങളുടെ റൂമിലേക്ക്. ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ എടുക്കുമ്പോൾ റൂം റേറ്റ് ശരിക്കും പകുതിയോളം വ്യത്യാസം വരുന്നുണ്ട്. ടാക്സി ആണെങ്കിൽ ഒരു 3-6 മനാത്തുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. ലഗേജ് എല്ലാം റൂമിൽ വെച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ നിസാമി സ്ട്രീറ്റിലേക്ക് നടന്നു. അസർബൈജാനിലെ പ്രധാനപ്പെട്ടൊരു സ്ട്രീറ്റാണ് നിസാമി സ്ട്രീറ്റ്. ധാരാളം കടകളും ഫാഷൻ സ്റ്റോഴ്സും കഫേസ് എല്ലാം ഉൾപ്പെട്ട ഒരു അടിപൊളി വാക്കിംഗ് സ്ട്രീറ്റാണ്. ചരിത്രപരമായി പറയുകയാണെങ്കിൽ 1864 ഈ തെരുവ് രൂപം കൊണ്ടത്. ഏകദേശം 3.5 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. 1962 മുതലാണ് ഈ സ്ട്രീറ്റ് നിസാമി സ്ട്രീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സ്ട്രീറ്റ്സ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന തെരുവാണ് നിസാമി സ്ട്രീറ്റ്. 12th സെഞ്ച്വറിയിലുള്ള ഫേമസ് ആയ ഒരു പേർഷ്യൻ പോയറ്റ് നിസാമി ഗഞ്ചാവിയിൽ നിന്നാണ് ഈ പേര് രൂപപ്പെട്ടത്. ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചറൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്.
ധാരാളം ഫുഡ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഈ സ്ട്രീറ്റിൽ. നൈറ്റ് ഞങ്ങളൊരു 12-1 മണി വരെയൊക്കെ നടന്നു. ഒരുവിധം എല്ലാ ഷോപ്പും അപ്പോഴും തുറന്നിരുന്നു. ധാരാളം ആൾക്കാരും ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു വൈബ് തരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ചിലയിടങ്ങൾ മ്യൂസീഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ലോക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല മ്യൂസിക് പ്ലേ ചെയ്തു. ചില ടൂറിസ്റ്റ് അവരെ കൂടെ ഡാൻസ് ചെയ്തു. അങ്ങനെ ശരിക്കും നല്ലൊരു രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീനുമായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ ശരിക്കും അവരൊരു സ്ട്രോളറൊക്കെ കൊണ്ടു നടക്കാനും എല്ലാം നല്ല സൗകര്യമുള്ളൊരു പ്ലേസാണ് നിസാമി സ്ട്രീറ്റ്. ഇനി നമുക്കിതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.